ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരിക്ക്. വളരെ വൈകിയാണ് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന പുസ്തകം വായിക്കാനായി തുടങ്ങുന്നത്. പക്ഷേ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും അകലാൻ കഴിയാത്തതുപോലെ ഓരോ അധ്യായവും തീരുന്തോറും അതിലെ ഓരോ വാക്കിലും എനിക്ക് എന്നെ തന്നെ കാണുന്ന ഒരനുഭൂതിയായിരുന്നു ഉണ്ടായത്. ആ അനുഭവം വെറുമൊരു തോന്നലായിരുന്നോ അതോ എൻ്റെ ആത്മാവിൻ്റെ പ്രതിഫലനമായിരുന്നോ എന്ന് പോലും തിരിച്ചറിയാനാവാത്ത ഒരവസ്ഥ. ഓരോ പേജും അതിലെ ഓരോ വരികളും ഒരു വിങ്ങൽ പോലെ മനസ്സിനുള്ളിലൂടെ ഒഴുകുകയായിരുന്നു. അതിഥി, മഹാദേവൻ, ശരൺ, ദേവു, അശ്വിനി, ആദി ഇവരെല്ലാം എനിക്ക് ചുറ്റുമുണ്ടെന്നൊരു തോന്നൽ. അവരോരോരുത്തരും പുസ്തകത്തിലെ വെറും കഥാപാത്രങ്ങളായല്ല, എനിക്ക് ചുറ്റിലും ജീവിച്ചിരുന്ന എൻ്റെ പ്രിയപ്പെട്ടവരായിരുന്നു അവർ എന്നൊരു തോന്നലായിരുന്നു എന്നിൽ. പക്ഷേ എനിക്കിപ്പോഴും അംഗീകരിക്കാൻ പറ്റാതെ ഒരു നോവായി നിൽക്കുന്നത് ഈ കഥയുടെ അവസാന ഭാഗമാണ്. ഒരുപക്ഷെ അവർ ഒന്നായിരുന്നെങ്കിൽ ഇത്രയുമേറെ ആഴത്തിൽ അത് ഹൃദയത്തിൽ പതിയില്ലായിരുന്നു. ഒപ്പം അതിഥി പറഞ്ഞ വാക്കുകളും ഹൃദയത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്നേഹിക്കുക എന്നത് എളുപ്പമാണ്, പക്ഷേ സ്നേഹിക്കപ്പെടാനാണ് പാട്. ഈ വരികളിലൂടെ കടന്നുപോയപ്പോൾ എൻ്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകിയത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും അറിയുന്നില്ല. ഒരുപക്ഷെ ഈ നോവലിനെ ഞാൻ അത്രയും ആഴത്തിൽ സ്നേഹിച്ചതിനാലാവണം. എങ്കിലും നിമ്ന, ഈ വിങ്ങൽ അതെന്നിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോവുകയേയില്ല. മരിച്ചാലും മറക്കാനാവാത്ത ഒരു അനുഭവം പോലെ എൻ്റെ ഹൃദയത്തിൻ്റെ ഒളിത്തുരത്തിൽ എന്നും ഇത് നിലനിൽക്കുക തന്നെ ചെയ്യും. ഏറ്റവും പ്രിയപ്പെട്ട